10-5-25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ജ്ഞാനത്തിൻ്റെ പോയിന്റ്സ് സ്മൃതിയിൽ വയ്ക്കൂ, എങ്കിൽ സന്തോഷം നിലനിൽക്കും. നിങ്ങൾ ഇപ്പോൾ സ്വർഗത്തിൻ്റെ ഗേറ്റിൽ നിൽക്കുകയാണ്. ബാബ മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും വഴി കാണിച്ചു തരികയാണ്. ചോദ്യം: തൻ്റെ രജിസ്റ്റർ ശരിയാക്കി വയ്ക്കുന്നതിന് വേണ്ടി ഏതൊരു അറ്റൻഷൻ തീർച്ചയായും വയ്ക്കണം? ഉത്തരം: മനസ്സ വാച കർമ്മണ ആർക്കും ദുഃഖം നൽകിയില്ലല്ലോ എന്ന അറ്റൻഷൻ ഉണ്ടായിരിക്കണം. തൻ്റെ സ്വഭാവം വളരെ ഫസ്റ്റ് ക്ലാസ്സും മധുരവുമായിരിക്കണം. മായ മൂക്കിലും കാതിലും പിടിച്ച് ആർക്കെങ്കിലും ദുഃഖമുണ്ടാകും വിധത്തിലുള്ള ഏതെങ്കിലും കാര്യം ചെയ്യിക്കരുത്. ദുഃഖം നൽകുകയാണെങ്കിൽ വളരെയധികം പശ്ചാത്തപിക്കേണ്ടി വരും. രജിസ്റ്റർ മോശമായി പോകും. ഗീതം: നയനഹീനർക്ക് വഴി കാണിച്ചു തരൂ. ഓം ശാന്തി. ബാബയിരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. വഴി വളരെ സഹജമായി മനസ്സിലാക്കിച്ചു തരുന്നു. എന്നിട്ടും കുട്ടികൾ തട്ടി വീണുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മളെ ബാബയാണ് പഠിപ്പിക്കുന്നത്. ശാന്തിധാമത്തിലേക്ക് പോകുന്നതിനുള്ള വഴി പറഞ്ഞു തരുന്നു. വളരെ സഹജമാണ്. ബാബ പറയുന്നു, ദിനരാത്രം എത്ര സാധിക്കുമോ ഓർമ്മയിലിരിക്കൂ. ആ ഭക്തിമാർഗത്തിലെ യാത്ര കാലുകൾ കൊണ്ടുള്ളതാണ്. വളരെയധികം തിക്കും തിരക്കും കൊള്ളേണ്ടി വരുന്നു. ഇവിടെ നിങ്ങൾ ഇരുന്നു കൊണ്ടും ഓർമ്മയുടെ യാത്രയിലാണ്. ഇതും ബാബ മനസ്സിലാക്കിച്ചു. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. ആസുരീയ അവഗുണങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കൂ. ഏതെങ്കിലും ആസുരീയമായ കാര്യങ്ങൾ ചെയ്യരുത്. ഇതിലൂടെ വികർമ്മം ഉണ്ടാകുന്നു. ബാബ വന്നിരിക്കുന്നത് തന്നെ കുട്ടികളായ നിങ്ങളെ സദാ സുഖിയാക്കുവാനാണ്. ആരെങ്കിലും ചക്രവർത്തിയുടെ കുട്ടിയാണെങ്കിൽ അവർക്ക് അച്ഛനെയും രാജധാനിയെയും കാണുമ്പോൾ സന്തോഷമുണ്ടാകുമല്ലോ. രാജപദവി ഉണ്ടായിരുന്നാൽ തന്നെയും ശരീരത്തിന് രോഗവും മറ്റും ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നു. ഇവിടെ കുട്ടികളായ നിങ്ങൾക്ക് നിശ്ചയമുണ്ട്, ശിവ് ബാബ വന്നിരിക്കുകയാണ്. ബാബ നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നീട് നമ്മൾ സ്വർഗത്തിൽ പോയി രാജ്യം ഭരിക്കും. അവിടെ യാതൊരു പ്രകാരത്തിലുമുള്ള ദുഃഖം ഉണ്ടായിരിക്കുന്നില്ല. നിങ്ങളുടെ ബുദ്ധിയിൽ രചയിതാവിൻ്റെയും രചനയുടെയും ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനമുണ്ട്. ഈ ജ്ഞാനം മറ്റൊരു മനുഷ്യൻ്റെയും ബുദ്ധിയിലില്ല. മുൻപ് നമ്മളിൽ ജ്ഞാനം ഉണ്ടായിരുന്നില്ല എന്ന് കുട്ടികളായ നിങ്ങളും ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ബാബയെ നമ്മൾ അറിഞ്ഞിരുന്നില്ല. മനുഷ്യർ ഭക്തിയെ വളരെ ഉത്തമമായി മനസ്സിലാക്കുന്നു. അനേകം പ്രകാരത്തിലുള്ള ഭക്തി ചെയ്യുന്നു. അതിൽ എല്ലാം സ്ഥൂലമായ കാര്യങ്ങളാണ്. സൂക്ഷ്മമായ കാര്യങ്ങളൊന്നും തന്നെയില്ല. അമർനാഥിലേക്കുള്ള യാത്രയും സ്ഥൂലമായിട്ടാണല്ലോ പോകുന്നത്. അവിടെയും ആ ലിംഗം ഉണ്ട്. ആരുടെ അടുക്കലാണ് പോകുന്നത് എന്ന് മനുഷ്യർക്ക് യാതൊന്നും തന്നെ അറിയില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ എവിടെയും തിക്കും തിരക്കും കൊള്ളുവാനായി പോകുന്നില്ല. നിങ്ങൾ അറിയുന്നു, നമ്മൾ പഠിക്കുന്നത് പുതിയ ലോകത്തിലേക്ക് വേണ്ടിയാണ്. അവിടെ ഈ വേദശാസ്ത്രങ്ങളോ മറ്റോ ഉണ്ടായിരിക്കുന്നില്ല. സത്യുഗത്തിൽ ഭക്തി ഉണ്ടായിരിക്കുന്നില്ല. അവിടെ സുഖം മാത്രമാണുള്ളത്. എവിടെ ഭക്തിയുണ്ടോ അവിടെ ദുഃഖമാണ്. ഈ ഗോളത്തിൻ്റെ ചിത്രം വളരെ നല്ലതാണ്. സ്വർഗത്തിൻ്റെ ഗേറ്റ് ഇതിൽ വളരെ ക്ലിയറാണ്. ഇത് ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ സ്വർഗത്തിൻ്റെ കവാടത്തിൽ ഇരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ടാകണം. ജ്ഞാനത്തിൻ്റെ പോയിന്റ്സ് ഓർമ്മിച്ച് കുട്ടികളായ നിങ്ങൾക്ക് വളരെ സന്തോഷത്തിലിരിക്കുവാൻ സാധിക്കും. നമ്മൾ സ്വർഗത്തിൻ്റെ ഗേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിയുന്നു.
അവിടെ വളരെ കുറച്ച് മനുഷ്യരായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇവിടെ എത്ര അനേകം മനുഷ്യരാണ്! എത്ര തിക്കും തിരക്കും കൊള്ളുന്നു! എത്ര ദാനപുണ്യങ്ങൾ ചെയ്യുകയും സന്യാസിമാരുടെ പിന്നാലെ അലയുകയും ചെയ്യണം. എന്നിട്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഹേ പ്രഭു, നയനഹീനർക്ക് വഴി കാണിച്ചു തരൂ എന്ന്. വഴി എപ്പോഴും മുക്തിയുടെയും ജീവൻ മുക്തിയുടേതുമാണ് ആഗ്രഹിക്കുന്നത്. ഇത് പഴയതും ദുഃഖത്തിൻ്റെ ലോകവുമാണ്. അതും നിങ്ങൾ അറിയുന്നു, മനുഷ്യർക്ക് അറിയില്ല. കലിയുഗത്തിൻ്റെ ആയുസ് 1000 വർഷങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ പാവങ്ങൾ അന്ധകാരത്തിലാണല്ലോ. നമ്മുടെ ബാബ നമ്മളെ രാജയോഗം പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങളിലും നമ്പർ വാറായാണ് അറിയുന്നത്. എഞ്ചിനീയർ ആകാനുള്ള പഠനത്തിലും യോഗമുണ്ട്. ഇതുപോലെ ബാരിസ്ട്രി യോഗവും എഞ്ചിനീയറിംഗ് യോഗവും ഉണ്ടല്ലോ. പഠിക്കുന്നവർ ടീച്ചറിൻ്റെ ഓർമ്മയിലിരിക്കുന്നു. വക്കീൽ പഠനത്തിൻ്റെ ജ്ഞാനത്തിലൂടെ മനുഷ്യൻ വക്കീലായി മാറും. ഇത് രാജയോഗമാണ്. നമ്മുടെ ബുദ്ധിയുടെ യോഗം പരംപിത പരമാത്മാവിനോടാണ്. ഇതിൽ സന്തോഷത്തിൻ്റെ രസം ഉടനടി കയറേണ്ടതാണ്. വളരെയധികം മധുരമാകേണ്ടതുണ്ട്. സ്വഭാവം വളരെ ഫസ്റ്റ് ക്ലാസ് ആയിരിക്കണം. ആർക്കും തന്നെ ദുഃഖം ലഭിക്കരുത്. ആർക്കും ദുഃഖം കൊടുക്കാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷേ എന്നിട്ടും മായ മൂക്കിലും കാതിലും പിടിച്ച് മറവി വരുത്തുന്നു. പിന്നെ ഉള്ളിൽ പശ്ചാത്തപിക്കുന്നു, നമ്മൾ ആവശ്യമില്ലാതെ അവർക്ക് ദുഃഖം നൽകി എന്ന്. പക്ഷേ രജിസ്റ്ററിൽ കേടുവന്നുവല്ലോ. ആർക്കും മനസ്സ വാച കർമ്മണ ദുഃഖം കൊടുക്കാതിരിക്കണം. ഇങ്ങനെ പരിശ്രമിക്കണം. ബാബ വരുന്നത് തന്നെ നമ്മളെ ഇങ്ങനെയുള്ള ദേവതയാക്കി മാറ്റുവാനാണ്. ബാബ ഒരിക്കലും ആർക്കെങ്കിലും ദുഃഖം നൽകുന്നുണ്ടോ? ലൗകിക ടീച്ചർ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്, ദുഃഖം നൽകുന്നില്ലല്ലോ. പിന്നെ കുട്ടികൾ പഠിച്ചില്ലെങ്കിൽ ചില ശിക്ഷകളും മറ്റും നൽകുന്നു. ഇക്കാലത്ത് അടിക്കുന്നതിൻ്റെയും നിയമം മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾ ആത്മീയ ടീച്ചറാണ്. നിങ്ങളുടെ ജോലിയാണ് പഠിപ്പിക്കുക, അതിനോടൊപ്പം മാനേഴ്സ് പഠിപ്പിക്കുക. പിന്നെ പഠിക്കുകയും എഴുതുകയും ചെയ്യുമെങ്കിൽ ഉയർന്ന പദവി നേടും. പഠിക്കുന്നില്ലെങ്കിൽ സ്വയം ഫെയിലാകും. ഈ ബാബയും ദിവസവും വന്ന് പഠിപ്പിക്കുന്നു, മാനേഴ്സ് പഠിപ്പിക്കുന്നു. പഠിപ്പിക്കുന്നതിന് വേണ്ടി എക്സിബിഷൻ്റെയും മറ്റും പ്രബന്ധം രചിക്കുന്നു. എല്ലാവരും എക്സിബിഷനും പ്രൊജക്ടറും ആവശ്യപ്പെടുന്നു. പ്രൊജക്ടേഴ്സും 1000 വാങ്ങും. ഓരോ കാര്യവും ബാബ വളരെ സഹജമാക്കി പറഞ്ഞു തരുന്നു. അമർനാഥിൻ്റെയും സർവീസ് സഹജമാണ്. ചിത്രങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. ജ്ഞാനവും ഭക്തിയും എന്താണ്? ജ്ഞാനം ഈ ഭാഗത്ത്, ഭക്തി ആ ഭാഗത്ത്. അതിലൂടെ സ്വർഗം, അതിലൂടെ നരകം. തികച്ചും സ്പഷ്ടമാണ്. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ എന്താണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് വളരെ സഹജമാണ്. നന്നായി പഠനവും എടുക്കുന്നുണ്ട്. പക്ഷേ ഓർമ്മയുടെ യാത്ര എവിടെ? ഇത് മുഴുവൻ ബുദ്ധിയുടെ കാര്യമാണ്. നമുക്ക് ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഇതിൽ തന്നെയാണ് മായ ഉപദ്രവിക്കുന്നത്. പൂർണ്ണമായും യോഗം മുറിക്കുന്നു. ബാബ പറയുന്നു, നിങ്ങളെല്ലാവരും യോഗത്തിൽ വളരെ ദുർബലമാണ്. നല്ല നല്ല മഹാരഥി പോലും വളരെ ദുർബലമാണ്. ഇന്ന ആളിൽ ഈ ജ്ഞാനം വളരെ നല്ല രീതിയിലുണ്ട്, അതിനാൽ മഹാരഥിയാണ് എന്ന് മനസ്സിലാക്കുന്നു. ബാബ പറയുന്നു, കുതിരസവാരിയാണ്, കാലാളാണ് എന്ന്. മഹാരഥി എന്നാൽ ആരാണോ ഓർമ്മയിലിരിക്കുന്നത്. ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഓർമ്മയിലിരിക്കണം. അപ്പോൾ വികർമ്മം വിനാശമാകും, പാപനമാകും. ഇല്ലെങ്കിൽ ശിക്ഷയും അനുഭവിക്കേണ്ടി വരും, പദവിയും ഭ്രഷ്ടമായി പോകും. അതിനാൽ തൻ്റെ ചാർട്ട് വയ്ക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും.
ബാബ സ്വയം പറയുന്നു, ഞാനും പുരുഷാർത്ഥം ചെയ്യുന്നു. അടിക്കടി ബുദ്ധി മറ്റു ഭാഗത്തേക്ക് പോകുന്നു. ബാബയ്ക്ക് വളരെയധികം ചിന്തയുണ്ടായിരിക്കുന്നുവല്ലോ. നിങ്ങൾക്ക് തീവ്രമായി പോകുവാൻ സാധിക്കും. പിന്നെ അതിനോടൊപ്പം തൻ്റെ പെരുമാറ്റവും നന്നാക്കണം. പവിത്രമാവുകയും പിന്നെ വികാരത്തിൽ വീഴുകയും ചെയ്തു എങ്കിൽ സമ്പാദ്യം ഇല്ലാതാകും. ആരോടെങ്കിലും ദേഷ്യപ്പെടുകയും ഉപ്പുവെള്ളമാവുകയും ചെയ്താൽ അസുരനായി മാറുന്നത് പോലെയാണ്. അനേകം പ്രകാരത്തിലുള്ള മായ വരുന്നു. ആരും തന്നെ സമ്പൂർണമായിട്ടില്ല. ബാബ പുരുഷാർത്ഥം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. കുമാരിമാർക്കാകട്ടെ വളരെ സഹജമാണ്. ഇതിൽ സ്വന്തം ബലം ആവശ്യമാണ്. ഉള്ളിൽ സത്യത ആവശ്യമാണ്. അഥവാ ഉള്ളിൽ ആരോടെങ്കിലും ഹൃദയം ചേർന്നുവെങ്കിൽ തുടരുവാൻ കഴിയില്ല. കുമാരിമാരും മാതാക്കളും ഭാരതത്തെ സ്വർഗമാക്കുന്ന സേവനത്തിൽ മുഴുകണം. ഇതിലാണ് പ്രയത്നം. പ്രയത്നമില്ലാതെ യാതൊന്നും ലഭിക്കുന്നില്ല. നിങ്ങൾക്ക് 21 ജന്മത്തേക്ക് രാജപദവി ലഭിക്കുന്നു. അപ്പോൾ എത്ര പ്രയത്നിക്കേണ്ടതാണ്. ആ പഠനവും ബാബ ഇതിനാലാണ് പഠിക്കുവാൻ അനുവദിക്കുന്നത്. പറയുന്നു, ഇതിൽ ഉറച്ചുവരാകുന്നതുവരെ എന്ന്. പിന്നെ 2 ലോകത്തിൽ നിന്നും പോകും വിധം ആയി പോകരുത്. ആരുടെയെങ്കിലും നാമരൂപത്തിൽ കുടുങ്ങി മരിക്കുകയാണെങ്കിൽ ഇല്ലാതാകുന്നു. ഭാഗ്യശാലികളായ കുട്ടികൾക്കാണ് ശരീരത്തിൻ്റെ ബോധം മറന്ന് സ്വയം അശരീരിയാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുവാൻ സാധിക്കുന്നത്. ബാബ ദിവസവും മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, നിങ്ങൾ ശരീരത്തിൻ്റെ ബോധം ഉപേക്ഷിക്കൂ. നമ്മൾ അശരീരി ആത്മാവ് ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നു. ഈ ശരീരം ഇവിടെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. അത് ഉപേക്ഷിക്കുന്നത് നിരന്തരം ബാബയുടെ ഓർമ്മയിലിരുന്ന് കർമാതീതം ആകുമ്പോഴാണ്. ഇതിൽ ബുദ്ധിയുടെ കാര്യമാണ്. എന്നാൽ ആരുടെയെങ്കിലും ഭാഗ്യത്തിലില്ലെങ്കിൽ എന്ത് പുരുഷാർത്ഥം ചെയ്യും? ബുദ്ധിയിലുണ്ടായിരിക്കണം, നമ്മൾ അശരീരിയായി വന്നു, പിന്നെ സുഖത്തിൻ്റെ കർമ്മസംബന്ധ ബന്ധിക്കപ്പെട്ടു. പിന്നീട് രാവണ രാജ്യത്തിൽ വികാരി ബന്ധനത്തിൽ കുടുങ്ങി. ഇപ്പോൾ പിന്നെ ബാബ പറയുന്നു, അശരീരിയായി പോകേണ്ടതുണ്ട്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ. ആത്മാവാണ് പതീതമായിരിക്കുന്നത്. ആത്മാവാണ് പറയുന്നത്, ഹേ പതീത പാവന, വരൂ. ഇപ്പോൾ നിങ്ങൾക്ക് പതീതത്തിൽ നിന്നും പാവനമാകുന്നതിനുള്ള യുക്തിയും പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. ആത്മാവ് അവിനാശിയാണ്. നിങ്ങൾ ആത്മാക്കൾ ഇവിടെ ശരീരത്തിൽ പാർട്ട് അഭിനയിക്കുവാൻ വന്നിരിക്കുകയാണ്. ഇതും ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു. ആരെയാണോ കഴിഞ്ഞ കൽപ്പത്തിലും മനസ്സിലാക്കിച്ചത് അവർ തന്നെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ബാബ പറയുന്നു, കലിയുഗി സംബന്ധം മറക്കൂ. ഇപ്പോൾ തിരിച്ച് പോകേണ്ടതുണ്ട്. ഈ ലോകം തന്നെ ഇല്ലാതാകേണ്ടതുണ്ട്. ഇതിൽ യാതൊരു സാരവുമില്ല. അതിനാലാണ് തിക്കും തിരക്കും കൊള്ളുന്നത്. ഭഗവാനെ കണ്ടുമുട്ടുന്നതിന് വേണ്ടി ഭക്തി ചെയ്യുന്നു. ഭക്തി വളരെ നല്ലതാണെന്നും വളരെയധികം ഭക്തി ചെയ്യുമെങ്കിൽ ഭഗവാനെ ലഭിക്കുമെന്നും സദ്ഗതിയിലേക്ക് കൊണ്ടുപോകുമെന്നും മനസ്സിലാക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഭക്തി പൂർത്തിയാകുന്നു. നിങ്ങളുടെ മുഖത്തു നിന്നും ഹേ രാം, ഹേ ഭഗവാൻ, ഈ ഭക്തിയുടെ വാക്കുകൾ വരരുത്. ഇത് സമാപ്തമാകണം. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കുക മാത്രം ചെയ്യൂ. ഈ ലോകം തന്നെ തമോ പ്രധാനമാണ്. സതോ പ്രധാനമായവർ സത്യയുഗത്തിൽ വസിക്കുന്നു. സത്യയുഗമാണ് കയറുന്ന കല. പിന്നീട് ഇറങ്ങുന്ന കലയുണ്ടാകുന്നു. ത്രേതയും വാസ്തവത്തിൽ സ്വർഗം എന്ന് പറയില്ല. സ്വർഗം എന്ന സത്യയുഗത്തെയാണ് പറയുന്നത്. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനമുണ്ട്. ആദി എന്നാൽ തുടക്കം, മധ്യം എന്നാൽ ഹാഫ്, പിന്നീട് അന്ത്യം.
മധ്യത്തിൽ രാവണ രാജ്യം ആരംഭിക്കുന്നു. ബാബ ഭാരതത്തിൽ തന്നെയാണ് വരുന്നത്. ഭാരതം തന്നെയാണ് പതീതവും പാവനവുമാകുന്നത്. 84 ജന്മവും ഭാരതവാസികളാണ് എടുക്കുന്നത്. മറ്റ് ധർമ്മത്തിലുള്ളവർ നമ്പർ വാറായി വരുന്നു. വൃക്ഷം അഭിവൃദ്ധി പ്രാപിക്കുന്നു. പിന്നീട് അതിൻ്റെതായ സമയത്ത് തന്നെ വരും. ഈ കാര്യങ്ങൾ മറ്റാരുടെയും ബുദ്ധിയിൽ ഉണ്ടായിരിക്കുകയില്ല. നിങ്ങളിലും എല്ലാവർക്കും ധാരണ ചെയ്യുവാൻ സാധിക്കില്ല. ഈ 84ൻ്റെ ചക്രം ബുദ്ധിയിൽ ഉണ്ടായിരിക്കുകയാണെങ്കിലും സന്തോഷം ഉണ്ടായിരിക്കും. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ് നമ്മെ കൊണ്ടുപോകുന്നതിന് വേണ്ടി. സത്യമായ പ്രിയതമൻ വന്നിരിക്കുകയാണ്. ആരെയാണോ നമ്മൾ ഭക്തി മാർഗത്തിൽ വളരെയധികം ഓർമ്മിച്ചിരുന്നത്, ആ ഒന്ന് നമ്മൾ ആത്മാക്കളെ തിരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി വന്നിരിക്കുന്നു. മനുഷ്യർ ശാന്തി എന്ന് എന്തിനെയാണ് പറയുന്നത് എന്ന് അറിയുന്നില്ല. ആത്മാവാകട്ടെ ശാന്ത സ്വരൂപം തന്നെയാണ്. ഈ ഓർഗൻസ് ലഭിക്കുമ്പോഴാണ് കർമ്മം ചെയ്യുവാൻ തുടങ്ങുന്നത്. ബാബ ശാന്തിയുടെ സാഗരമാണ്. ആ ഒന്ന് എല്ലാവരെയും കൊണ്ടുപോകുന്നു. അപ്പോൾ സർവർക്കും ശാന്തി ലഭിക്കും. സത്യയുഗത്തിൽ നിങ്ങൾക്ക് ശാന്തിയുമുണ്ട്, സുഖവുമുണ്ട്. മറ്റെല്ലാ ആത്മാക്കളും ശാന്തിധാമത്തിലേക്ക് പോകും. ബാബയെ തന്നെയാണ് ശാന്തിയുടെ സാഗരം എന്ന് പറയുന്നത്. ഇതും വളരെയധികം കുട്ടികൾ മറന്നു പോകുന്നു. കാരണം ദേഹാഭിമാനത്തിലാണ് ഇരിക്കുന്നത്. ദേഹി അഭിമാനി ആകുന്നില്ല. ബാബ ശാന്തി സർവർക്കും നൽകുന്നുവല്ലോ. ചിത്രത്തിൽ സംഗമത്തെക്കുറിച്ച് കാണിച്ചു കൊടുക്കൂ. ഈ സമയം എല്ലാവരും അശാന്തമാണ്. സത്യയുഗത്തിൽ ഇത്രയും ധർമ്മങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. എല്ലാവരും ശാന്തിയിലേക്ക് പോകും. അവിടെ മനസ്സ് നിറയെ ശാന്തി ലഭിക്കുന്നു. നിങ്ങൾക്ക് രാജധാനിയിൽ ശാന്തിയുമുണ്ട്, സുഖവുമുണ്ട്. സത്യയുഗത്തിൽ പവിത്രത, സുഖം, ശാന്തി എല്ലാം നിങ്ങൾക്കുണ്ട്. മുക്തിധാമം എന്ന് സ്വീറ്റ് ഹോമിനെയാണ് പറയുന്നത്. അവിടെ പതീതരും ദുഃഖിതരും ഉണ്ടായിരിക്കുകയില്ല. ദുഃഖത്തിൻ്റെയും സുഖത്തിൻ്റെയും യാതൊരു കാര്യവുമില്ല. അതിനാൽ ശാന്തിയുടെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. റാണിയുടെ മാലയുടെ ഉദാഹരണം നൽകുന്നുവല്ലോ. ഇപ്പോൾ ബാബ പറയുന്നു, സുഖവും ശാന്തിയും എല്ലാം എടുക്കൂ, ആയുഷ്മാൻ ഭവ. അവിടെ നിയമമനുസരിച്ച് കുട്ടികളും ഉണ്ടാകും. കുട്ടിയെ ലഭിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും പുരുഷാർത്ഥം ചെയ്യേണ്ടി വരുന്നില്ല. ശരീരം ഉപേക്ഷിക്കുന്നതിൻ്റെ സമയമാകുമ്പോൾ സാക്ഷാത്കാരവും ഉണ്ടാകുന്നു. സന്തോഷത്തോടെ ശരീരം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ബാബയ്ക്കും സന്തോഷമുണ്ടായിരിക്കുന്നുവല്ലോ. ശരീരം ഉപേക്ഷിച്ച് ഞാൻ ഇതാകും, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. നിങ്ങൾക്കും അറിയാം നമ്മൾ സത്യയുഗത്തിൽ പോകും. സംഗമത്തിൽ തന്നെയാണ് നിങ്ങളുടെ ബുദ്ധിയിൽ ഇത് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എത്ര സന്തോഷത്തിലിരിക്കണം. പഠനം എത്ര ഉയർന്നതാണോ അത്രയും സന്തോഷം ഉണ്ടായിരിക്കും. നമ്മളെ ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. എയിം ഓബ്ജക്റ്റ് മുന്നിലുണ്ട്. അപ്പോൾ എത്ര സന്തോഷമുണ്ടാകേണ്ടതാണ്. പക്ഷേ മുന്നോട്ട് പോകവേ വീണു പോകുന്നു. നിങ്ങളുടെ സർവീസ് വൃദ്ധി പ്രാപിക്കുന്നത് കുമാരിമാർ മൈതാനത്തിൽ വരുമ്പോഴാണ്. ബാബ പറയുന്നു, പരസ്പരം ഉപ്പുവെള്ളമാകാതിരിക്കും. സിംഹവും ആടും ഒരുമിച്ച് ജലപാനം ചെയ്യുന്ന ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് അറിയുന്നുണ്ട്. അവിടെയുള്ള ഓരോ വസ്തു കാണുമ്പോഴും മനസ്സ് സന്തോഷിക്കും. പേര് തന്നെ സ്വർഗം എന്നാണ്. അതിനാൽ കുമാരിമാർ ലൗകിക മാതാപിതാക്കളോട് പറയണം, ഇപ്പോൾ നമ്മൾ അവിടെ പോകുന്നതിനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. പവിത്രം തീർച്ചയായും ആകണം. ബാബു പറയുന്നു, കാമം മഹാശത്രുവാണ്. ഇപ്പോൾ ഞാൻ യോഗിനിയായിരിക്കുന്നു. അതിനാൽ പതീതമാവുക സാധ്യമല്ല. സംസാരിക്കാനുള്ള ധൈര്യം വേണം. ഇങ്ങനെയുള്ള കുമാരിമാർ വരുമ്പോൾ പിന്നെ നോക്കണം എത്ര വേഗത്തിലാണ് സേവനം നടക്കുന്നത് എന്ന്. എന്നാൽ
വേണ്ടത് നഷ്ടോമോഹയാണ്. ഒരിക്കൽ മരിച്ചുവെങ്കിൽ പിന്നെ എന്തിന് ഓർമ്മ വരണം? എന്നാൽ വളരെ പേർക്ക് വീടിൻ്റെയും കുട്ടികളുടെയും മറ്റും ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ബാബയുമായി എങ്ങനെ യോഗമുണ്ടാകും? ഇതിൽ നമ്മൾ ബാബയുടേതാണ് എന്നത് ബുദ്ധിയിലുണ്ടായിരിക്കണം. ഈ പഴയ ലോകം സമാപ്തമായി കഴിഞ്ഞു. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: തൻ്റെ ഉയർന്ന ഭാഗ്യം ഉണ്ടാക്കുന്നതിനു വേണ്ടി എത്ര സാധിക്കുമോ അശരീരി ആകുന്നതിൻ്റെ അഭ്യാസം ചെയ്യണം. ശരീരബോധം പൂർണ്ണമായും മറക്കണം. ആരുടെയും നാമരൂപം ഓർമ്മ വരരുത്. ഈ പ്രയത്നം ചെയ്യണം. തൻ്റെ പെരുമാറ്റത്തിൻ്റെ ചാർട്ട് വയ്ക്കണം. ഒരിക്കലും ആസുരീയ പെരുമാറ്റം നടത്തരുത്. ഹൃദയത്തിൻ്റെ സത്യതയോടെ നഷ്ടോമോഹയായി ഭാരതത്തെ സ്വർഗമാക്കുന്ന സേവനത്തിൽ മുഴുകണം. വരദാനം: മായയുടെ റോയൽ രൂപത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും മുക്തമായ വിശ്വജീത്തും ജഗജ്ജീത്തുമായി ഭവിക്കട്ടെ. എൻ്റെ പുരുഷാർത്ഥം, എൻ്റെ ഇൻവെൻഷൻ, എൻ്റെ സർവീസ്, എൻ്റെ ടച്ചിങ്, എൻ്റെ ഗുണങ്ങൾ നല്ലതാണ്. എൻ്റെ നിർണയശക്തി വളരെ നല്ലതാണ്. ഈ എൻ്റേതെന്ന ഭാവം തന്നെയാണ് റോയൽ മായയുടെ രൂപം. മായ ഇങ്ങനെയുള്ള മാന്ത്രിക മന്ത്രം പ്രയോഗിക്കുന്നു. അതിലൂടെ നിൻ്റേതിനെയും എൻ്റേതാക്കി മാറ്റുന്നു. അതിനാൽ ഇപ്പോൾ ഇങ്ങനെയുള്ള അനേകം ബന്ധനങ്ങളിൽ നിന്നും മുക്തമായി ഒരു ബാബയുടെ സംബന്ധത്തിൽ വരൂ. അപ്പോൾ മായാജീത് ആയി മാറും. മായാജീത് തന്നെയാണ് പ്രകൃതിജീത്തും വിശ്വജീത്തും ജഗജ്ജീത്തും ആകുന്നത്. അവർക്ക് തന്നെയാണ് ഒരു സെക്കൻഡിൻ്റെ അശരീരി ഭവ എന്ന ഡയറക്ഷനെ സഹജമായും സ്വതവേയും കാര്യത്തിൽ ഉപയോഗിക്കുവാൻ സാധിക്കുന്നത്. സ്ലോഗൻ: ആരാണോ ആരുടെയും നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നത് അവർ തന്നെയാണ് വിശ്വപരിവർത്തകർ. അവ്യക്ത സൂചന: ആത്മീയ റോയൽറ്റിയും പ്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റിയും ധാരണ ചെയ്യൂ. താങ്കളുടെ സ്വസ്വരൂപം പവിത്രമാണ്. സ്വധർമ്മം, അതായത് ആത്മാവിൻ്റെ ആദ്യത്തെ ധാരണ പവിത്രതയാണ്. സ്വദേശം പവിത്ര ദേശമാണ്. സ്വരാജ്യം പവിത്ര രാജ്യമാണ്. സ്വയം തൻ്റെ സ്മാരകം പരമപവിത്രവും പൂജ്യവുമാണ്. കർമ്മേന്ദ്രിയങ്ങളുടെ അനാദി സ്വഭാവം സുകർമ്മമാണ്. ഇത്രമാത്രം. ഇത് സദാ സ്മൃതിയിൽ വയ്ക്കൂ. അപ്പോൾ പ്രയത്നത്തിൽ നിന്നും ബലപൂർവം ചെയ്യുന്നതിൽ നിന്നും മുക്തമാകും. പവിത്രത വരദാന രൂപത്തിൽ ധാരണ ചെയ്യും. ഓം ശാന്തി. സങ്കൽപ്പങ്ങളുടെ സർവവിസ്താരത്തെയും സാരരൂപത്തിൽ ഒതുക്കി എൻ്റെ ശ്രദ്ധയെ ഞാൻ ആത്മജ്യോതിയിൽ സ്ഥിരമാക്കുന്നു. ഞാൻ സ്വരാജ്യ അധികാരി ആത്മാവാകുന്നു. പവിത്ര സ്വരൂപമാണ്. ഈ ശക്തിശാലി സ്വമാനം സ്ഥൂല കർമ്മേന്ദ്രിയങ്ങളെ ശീതളമാക്കി മാറ്റുന്നു. മനസ്സും ബുദ്ധിയും സംസ്കാരവും ആകുന്ന സൂക്ഷ്മ ശക്തികളെ എൻ്റെ നിയന്ത്രണത്തിൽ വരുത്തുന്നു. പവിത്ര സ്വരൂപ ആത്മാവായ എന്നിൽ നിന്നും പവിത്രതയുടെ പ്രകാശ തരംഗങ്ങൾ നാനാഭാഗത്തും
വ്യാപിക്കുന്നു. ഞാൻ ബുദ്ധി ബലത്തിലൂടെ ദൃശ്യ പ്രപഞ്ചത്തിനും ഉപരിയാകുന്നു. സ്വർണ്ണ ചുവന്ന പ്രകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്ന എൻ്റെ മധുരമായ ഗ്രഹത്തിൽ, നിരാകാരി ലോകത്തിൽ, നിരാകാരനായ പരമാത്മാവിൻ്റെ സമീപം, നിരാകാര സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. പരമാത്മാവിൻ്റെ ദിവ്യവും തേജസ്വിയുമായ സ്വരൂപത്തിൽ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുമ്പോൾ പരമാത്മാവിൽ നിന്നും ഒരു പ്രകാശധാരയായി പ്രവഹിക്കുന്ന സമസ്ത ശക്തികളും ഗുണങ്ങളും ആത്മാവിൽ നിറയുന്നു. ഈ ദിവ്യ അലൗകിക ഈശ്വരീയ സംഘത്തിലൂടെ പ്രാപ്തമായ ശക്തി സർവ അലൗകിക വിശേഷതകളെയും ജീവിതത്തിൽ പകർത്തുവാനുള്ള വിശേഷ വരദാനമായി മാറുന്നു. ഈ സമ്പന്നമായ അലൗകിക സ്ഥിതി നിലനിർത്തി ഞാൻ മസ്തക സിംഹാസനത്തിലേക്ക് ബുദ്ധിബലത്താൽ മടങ്ങി വരുന്നു.